പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരരെ, ഇന്ന് ലോകം മുഴുവനും ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുകയാണെന്ന് നമുക്ക് അറിയാമല്ലോ. ഇന്ന് മനുഷ്യന്റെ പാപത്തിന് വേണ്ടി യേശു കുരിശില് തൻ്റെ പിതാവായ ദൈവത്തിന് തന്നെ സമർപ്പിച്ചതിൻ്റെ അനുസരണത്തിൻ്റെ പൂർണ്ണതയാണ് യേശു കുരിശില് ഇന്ന് അർപ്പിക്കുന്നത്. അത് സ്വയം ഈശോ സമർപ്പിക്കുകയാണ്. ആദിമാതാക്കന്മാരുടെ പാപം മൂലം, അനുസരണക്കേട് മൂലം നശിച്ചു പോയ ദൈവമക്കളെ വീണ്ടെടുക്കാനാണ് യേശു ലോകത്തിലേക്ക് വന്നത്. തൻ്റെ അനുസരണം വഴി അത് പൂർത്തീകരിക്കുന്നത് കുരിശിലാണ്. ആ കുരിശിൽ തൻ്റെ അവസാനത്തുള്ളി രക്തം വരെ, തൻ്റെ ചങ്കിലെ രക്തം വരെ വെള്ളമാക്കി നൽകി നമ്മുടെ പാപക്കറകളെ വിശുദ്ധീകരിക്കുവാനാണ്. അത് ആദിമാതാക്കന്മാരുടെ പാപം മൂലം നശിച്ചു പോയ, നഷ്ടപ്പെട്ടു പോയ ആത്മാക്കൾക്ക് വേണ്ടിയാണ് യേശു ഇന്ന് കുരിശിൽ മരിച്ചത്. യേശുവിൻ്റെ ആ രക്ഷ, ഈ അനുസരണക്കേട് മൂലം നശിച്ച എല്ലാ ആത്മാക്കളും യേശുവിൻ്റെ അനുസരണത്താൽ രക്ഷ പ്രാപിച്ചു കഴിഞ്ഞു. 2000 വർഷം മുമ്പ് നമ്മൾ ആ രക്ഷ കുരിശിൽ യേശു ഏറ്റെടുത്ത് യേശു എല്ലാ അനുസരണക്കേട് മൂലം നശിച്ചു പോയ എല്ലാ ആത്മാക്കൾക്കും രക്ഷ നൽകിക്കഴിഞ്ഞു എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇനിയും നമ്മൾ രക്ഷ പ്രാപിക്കേണ്ടത് സ്വാർത്ഥത എന്ന പാപത്തിന് എതിരായിട്ടാണ്. ആ സ്വാർത്ഥത എന്ന പാപം കൊണ്ട് രക്ഷിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ധൂർത്തപുത്രൻ്റെ ഭൂമിയിൽ ഈശോ 2 പുത്രന്മാരുടെ കഥ, ഒരു സംഭവമാണ് വിവരിക്കുന്നത്. ഒന്ന് ധൂർത്തപുത്രനും ഒന്ന് ഭവനത്തിലിരിക്കുന്ന പുത്രനും. ആ ധൂർത്തപുത്രൻ തൻ്റെ ആ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട് ധൂർത്തരായി അവൻ ജീവിച്ച് പന്നികളുടെ കൂടെ തവിട് പോലും ലഭിക്കാതിരുന്നപ്പോൾ അവൻ അനുതപിച്ചു. അതാണ് ആ അനുതപിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ദൈവം തൻ്റെ രക്ഷ നൽകുവാനാണ് ഈശോ തൻ്റെ അനുസരണത്താൽ രക്ഷ നൽകിക്കഴിഞ്ഞു. ആ ധൂർത്തപുത്രൻ അനുസരണം വഴി രക്ഷ നേടിയതുപോലെ യേശുവും നേടി. ആ നേട്ടത്തിലൂടെ യേശുവിനോട് ആ ധൂർത്തപുത്രൻ വഴി നഷ്ടപ്പെട്ടു പോയ എല്ലാ ആത്മാക്കളും, എല്ലാ പിതാവായ ദൈവത്തിൻ്റെ സമ്പത്തും അതോടുകൂടെ ദൈവം വീണ്ടെടുക്കുകയാണ്. എന്നാൽ ഭവനത്തിലിരിക്കുന്ന മൂത്ത പുത്രനെ നമുക്ക് ഇന്ന് ധ്യാനിക്കേണ്ടതാണ്. നമ്മുടെ വിഷയം അതാണ്. ഇന്നത്തെ ധ്യാന വിഷയം അതാണ്. മൂത്ത പുത്രൻ ആണ് പിതാവായ ദൈവത്തെ ധിക്കരിച്ച് ഇന്ന് ഭവനത്തിന് വെളിയിൽ കഴിയുകയാണ്. ഈ പുത്രനെ ഭവനത്തിൽ പ്രവേശിപ്പിക്കുവാനായിട്ട്, സഹോദരനെ സ്വീകരിക്കുവാനായിട്ട് അവനെ ഒരുക്കുക എന്നുള്ളതാണ് ഇന്ന് സഭയുടെ ദൗത്യം. അതാണ് ഇന്ന് ലോകത്തിൻ്റെ ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ഇനിയും പ്രവർത്തിക്കാനിരിക്കുന്നതുമെല്ലാം. അതുവേണ്ടിയാണ് കർത്താവ് പെസഹ ആഴ്ച തൻ്റെ ശിഷ്യന്മാരുടെ പാതകൾ കഴിക്കൊണ്ട് സ്വീകരിക്കുകയാണ്. ഒന്നുമല്ലാതെ ശിഷ്യന്മാരെ, വെറും ഭാവികളായ ശിഷ്യന്മാരുടെ കാല് കഴിക്കൊണ്ട് ഈശോ എളിമയിലേക്ക് വരാനാണ് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഈശോ തുടർന്ന് ഈശോ ചെയ്യുന്നത് തൻ്റെ ശരീര രക്തവും പങ്കുവെച്ച് നൽകിക്കൊണ്ട് അവിടുന്ന് പങ്കുവെക്കലിൻ്റെ ശുശ്രൂഷയെ സ്ഥാപിച്ചുകൊണ്ട്, അപ്പം തൻ്റെ ശുശ്രൂഷയാണ് ഈശോ ഒന്ന് എളിമയുടെ ശുശ്രൂഷയായ കാലുകഴുക്കലും, രണ്ടാമത്തെ ശുശ്രൂഷയായ പങ്കുവെക്കൽ തന്നെ പങ്കുവെച്ചുകൊണ്ട് ഈശോ നമുക്കായിട്ട് നൽകുന്നു. ഈ 2 ശുശ്രൂഷയാണ് ഈശോ ഈ കുരിശിൽ ഇന്ന് പൂർത്തീകരിക്കുന്നത്. അനുസരണത്തിൻ്റെയും എളിമയുടെയും മാതൃക നൽകിക്കൊണ്ട് നമ്മെ രക്ഷിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ രക്ഷകൻ അപ്പോൾ നമ്മുടെ ദുഃഖ വെള്ളിയാഴ്ച ഗുഡ് ഫ്രൈഡേ ആയിട്ട് മാറും. നമുക്ക് ദുഃഖ ശനിയാഴ്ച കഴിഞ്ഞു ഈസ്റ്റർ വരുന്നു. ഈസ്റ്റർ നമുക്ക് ഉയർപ്പിൻ്റെ തിരുനാളായി നമ്മൾ ആയിരിക്കുന്നു. യേശു ഉയർത്തെഴുന്നേറ്റു. നമ്മൾ പാവം മൂലം മരിച്ചവരാണ്. പൗലോസ് പറയാണ്, നിങ്ങൾ ശരീരം പാവത്ത് മൃദുവാണെങ്കിലും യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിന്റെ മർത്തി ശരീരത്തെ അവനോട് ഉയർപ്പിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മൾ ദുഃഖം ആചരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കഷ്ടതയിലാണ്, ഇപ്പോൾ വേദനയിലാണ്, ഇപ്പോൾ നമുക്ക് ദുരിതമുണ്ട്, കഷ്ടത എല്ലാം ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. എന്നാൽ നമുക്കൊരു ഉയർപ്പുണ്ട്. യേശുവിനോട് നമ്മൾ ഉയർക്കപ്പെടേണ്ടവരാണ്. അതിന് നമുക്ക് കഷ്ടത ദൈവം അനുവദിക്കുന്നുണ്ട് എന്ന് ദൈവം അനുവദിക്കുന്നതാണ് യേശുവിന് നൽകിക്കൊണ്ട്. യേശുവിന് പുത്രനെ പോലും അതിൽ ഒഴിവാക്കാതെ നമുക്ക് അത് യേശുവിലൂടെ നമുക്കത് വെളിപ്പെടുത്തി തരികയാണ്. എല്ലാവരും സഹനത്തിലൂടെ കടന്നു പോകേണ്ടതാണ്. സഹനം എന്ന അതിലൂടെ കടന്നു പോകേണ്ടവരാണ്.
സഹനത്തിലൂടെ നമ്മൾ മരിച്ചാൽ മാത്രമേ നമുക്ക് ഉയർപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്നത് ഈ ദുഃഖവെള്ളിയാഴ്ച നമുക്ക് ധ്യാനിക്കാം. നമുക്ക് ഗുഡ് ഫ്രൈഡേ ആക്കി മാറ്റാം, സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റാം. കാരണം ഭാവിയായി നമുക്ക് വേണ്ടി നമ്മുടെ അനുസരണക്കേട് മൂലം നമ്മൾ നശിച്ചു പോയ നമ്മളെ അവൻ്റെ അനുസരണത്താൽ ദൈവം തന്നെ തൻ്റെ പുത്രനെ, യേശു ദൈവപുത്രനാണ്, ദൈവമല്ല ദൈവപുത്രനാണ്. ആ പുത്രനെ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് നമുക്ക് രക്ഷ നൽകി അവൻ തൻ്റെ അവസാനത്തുള്ള രക്തം വരെ നമുക്കായിട്ട് ചിന്തിയെന്ന് എപ്പോഴും ആ സ്നേഹം നമുക്ക് ഈശോയോടുണ്ടാകണം. ഈശോയെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ആ സ്നേഹം നമ്മൾ പ്രകടമാക്കേണ്ടത് നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടാണ്, മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ടാണ്, മറ്റുള്ളവർക്ക് നമ്മൾ തന്നെ പങ്കുവെച്ച് നൽകിക്കൊണ്ടാണ്. നമുക്ക് ദൈവം തന്ന കഴിവ്, ആരോഗ്യ, സമ്പത്ത്, ഈ കൊച്ചു ജീവിതം നമ്മൾ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്രദമായ രീതിയിൽ അത് ഉപയോഗിക്കുമ്പോഴാണ് ഈശോയുടെ സ്നേഹം പൂർണ്ണമാകുന്നത്. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കും. ഈശോയെ സ്നേഹിക്കാൻ പറഞ്ഞില്ല, ഈശോ പറഞ്ഞു നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഈശോ അത് കണ്ടിട്ട് വേണം സന്തോഷിക്കുവാൻ. നമ്മുടെ പരസ്പര സ്നേഹം, പരസ്പരം പങ്കുവെക്കുന്നത്, പരസ്പരം കരുണ കാണിക്കുന്നത്, ക്ഷമിക്കുന്നത്, ദയ കാണിക്കുന്നത് ഒക്കെ നമ്മൾ കണ്ടിട്ട് ഈശോ നമ്മളെ സന്തോഷിച്ച് പറയണം, ഇവൻ എൻ്റെ സഹോദരനാണ്. പിതാവായ ദൈവം പറഞ്ഞു, ഇവൻ എൻ്റെ പുത്രനാണ്, എൻ്റെ പുത്രിയാണ് എന്ന് പറയണം. ആ ഒരു അവസ്ഥയിലേക്ക്, ആ ഒരു ശുശ്രൂഷാ ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഒരുക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ഒരർത്ഥവുമില്ല. ജീവിതം നമ്മുടെ പാഴായ ജീവിതമാണ്, ഒരു പ്രയോജനം. ദൈവാത്മാവ് കൊണ്ട് നമ്മൾ നിറയണം. ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മൾ ഇതിനായിട്ട് ഒരുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുന്നവരാകണം, ഉപവസിക്കുന്നവരാകണം. പ്രാർത്ഥിച്ചു ഉപവസിച്ചും ഒക്കെ വേണം നമുക്കിതിനെ അതിജീവിക്കുവാനായിട്ട്, ഇതിന് നേടുവാനായിട്ട്. ഇന്ന് ലോകത്തോട് ദൈവം പറയുന്നതാണ്, സമ്പത്തിൻ്റെ പുറകെ, സ്ഥാനമാനങ്ങളുടെ കൂടെ, അംഗീകാരത്തിൻ്റെ കൂടെ അധികാരികളൊക്കെ നമ്മൾ ഇന്ന് നോക്കുമ്പോൾ കാണാൻ അടിയും, അവിടെ വിശ്വാസത്തിൻ്റെ പേരിൽ, അനുഷ്ഠാനങ്ങളുടെ പേരിൽ, ആചാരങ്ങളുടെ പേരിലൊക്കെ തമ്മിലടിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്ത് നമ്മൾ നോക്കണം, നമ്മൾ എവിടെയാണ്, നമ്മുടെ ആത്മീയ ജീവിതം എവിടെയാണ്. നമ്മൾ യേശുവിൽ നിന്ന് വളരെ അകലെയാണ്. യേശുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, യേശുവിൻ്റെ ശുശ്രൂഷയുമായിട്ട് ബന്ധമില്ല. യേശുവിൻ്റെ ശുശ്രൂഷകരെന്ന് പറയുന്ന ആളുകൾ പോലും യേശുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവർക്ക് ലോകത്തിൻ്റെ രൂപയാണ്, ലോകത്തിൻ്റെ മുഖങ്ങളിൽ ലോകത്തിൻ്റെ അടിമയായി കഴിയുന്നു. അവർക്കൊന്നും ശുശ്രൂഷയ്ക്കായിട്ട് സാധിക്കുന്നില്ല, ശുശ്രൂഷിക്കാൻ പങ്കുവെക്കാൻ സാധിക്കുന്നില്ല. ഇതിൻ്റെ ആത്മീയ പാപ്പരത്വമാണ്. ഈ വെള്ളിയാഴ്ച നമ്മൾ ഈ കർത്താവിൻ്റെ പീഡാസംഘർഷത അഴിക്കുന്ന ഈ ആഴ്ചയിൽ കർത്താവിനോട് ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് നമ്മളെ തന്നെ പരിശോധിക്കുകയും നമ്മുടെ ആത്മീയ ജീവിതം എവിടെയാണ്. ആത്മീയരായിരുന്നു പറയുന്നവർ പോലും ഇന്ന് സമ്പത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെയും പിന്നാലെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ പരിശോധിക്കുക. കർത്താവ് പറഞ്ഞു, ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാം. നമ്മുടെ ഫലങ്ങളിലേക്ക്, ഓരോരുത്തരുടെ ഫലങ്ങളിലേക്ക് പോവുക, വ്യക്തിപരമായ ഫലത്തിലേക്ക് പോവുക, മറ്റുള്ളവരുടെ ഫലങ്ങളിലേക്ക് നമ്മൾ നോക്കുക. അവർ എവിടെയാണ്? ഫലത്തിൽ നിന്ന് ദൈവത്തിലാണ് ദൈവിക ഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കും. ദൈവിക സ്നേഹമുള്ളവർ, ദൈവിക ശുശ്രൂഷയിൽ നമ്മൾ എറിയും. ഇന്ന് ശുശ്രൂഷയ്ക്ക് ആളെ ലഭിക്കുന്നില്ല, ആശ്രമങ്ങളിൽ ആളില്ല. ഇന്ന് അനേക അനാഥർ തെരുവുകളിൽ കഴിയുന്നുണ്ട്. കുറ്റിക്കിലച്ചിലൂടെ തുടങ്ങിയ പ്രസ്ഥാനം ഇന്ന് പല സ്ഥാപനങ്ങളും അടയ്ക്കേണ്ട ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം ശുശ്രൂഷയ്ക്ക് ആളില്ല, പുരോഹിതർക്ക് ശുശ്രൂഷ ചെയ്യാൻ കഴിയില്ല, സിസ്റ്റേഴ്സിന് ശുശ്രൂഷ ചെയ്യാൻ കഴിയില്ല, വിശ്വാസികൾക്ക് ശുശ്രൂഷ ചെയ്യാൻ കഴിയില്ല. അനേക വിശ്വാസികൾ ഇന്ന് ലോകത്തിലുണ്ട്. പക്ഷേ അവരെല്ലാം മരിച്ച വിശ്വാസികൾ ഇഷ്ടം പോലുണ്ട്, ശുശ്രൂഷകരില്ല. പൗലോസ് പറയാണ്, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. പ്രവൃത്തിയില്ലാതെ മരിച്ച വിശ്വാസികളാണ് ഇന്ന് ലോകത്തിൽ കൂടുതൽ. ഇന്ന് അനേക ഭവനങ്ങൾ, ദേവാലയങ്ങളിലെ കുരിശിൻ്റെ വഴിയും ഒക്കെ അനേക ഇടങ്ങളിൽ നടക്കുന്നുണ്ട്. ഈ കുരിശിൻ്റെ വഴിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി രക്തം ചിന്തില്ലെങ്കിൽ, മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നില്ലെങ്കിൽ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുവാൻ തയ്യാറാകുന്നില്ല, നമുക്ക് കിട്ടിയ ദൈവം തന്ന അവസരങ്ങളും സമയങ്ങളും ഒക്കെ സമ്പത്തും ഒക്കെ ദൈവമഹത്വത്തിനായിട്ട് അല്പനേരം മാറ്റി വെക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം നമ്മൾക്ക് പരാജയമാണ്. നമ്മളതിനെക്കുറിച്ചൊക്കെയുള്ള ഗുണമായിട്ട് ചിന്തിക്കുവാനായിട്ട് കിട്ടുന്ന അവസരങ്ങളാണ് ഈ ഒരു ദിവസം നമ്മൾക്ക് കൂടുതലായിട്ട്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. അമ്മ സമർപ്പിച്ചത് കൊണ്ടാണ്, അമ്മയുടെ സമർപ്പണമാണ് നമുക്ക് രക്ഷ നൽകുവാൻ കാരണമായത്. അമ്മയെ ഇതാ കർത്താവിൻ്റെ ദാസി ഇതിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുന്നതുകൊണ്ട് അമ്മയെ നമുക്ക് മാറ്റി ഒരിക്കലും ഒരു ആത്മീയജീവിതം നയിക്കുവാനായിട്ട് സാധിക്കില്ല. ഒരു അമ്മയാണ് ആത്മീയ ജീവിതത്തിൻ്റെ തുടക്കക്കാരി എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അമ്മ ഗലാത്യ ലേഖനം പറയുകയാണ്, ഒരു സ്ത്രീ മൂലം പാപം ലോകത്തിലേക്ക് വന്നെങ്കിൽ ഒരു സ്ത്രീയുടെ അനുസരണക്കേടാൽ പാപം മരണം നമ്മെ ഭാവിച്ചെങ്കിൽ ഒരു സ്ത്രീയുടെ അനുസരണത്താൽ പാപത്തെ എന്നേക്കുമായിട്ട്, മരണത്തെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കും. അപ്പം രക്ഷാകര പദ്ധതിയിൽ പരിശുദ്ധ അമ്മയ്ക്കുള്ള സ്ഥാനം ഇന്ന് നമ്മൾ വിഷയമായി, അത് ചർച്ചയായിരിക്കുന്നൊരു വിഷയമാണ്. ഇന്ന് സംശയത്തിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്, മറിയത്തിൻ്റെ സ്ഥാനം എവിടെയാണ്?
മറിയത്തിൻ്റെ സ്ഥാനം നമ്മുടെ അമ്മയാണ് എന്നുള്ള സ്ഥാനമാണ്. യോഹന്നാന് യേശു പറഞ്ഞു, ഇതാ നിന്റെ അമ്മയെന്നാണ് പറഞ്ഞു, അല്ലാതെ യേശുവിൻ്റെ അമ്മ എന്നല്ല പറഞ്ഞു. എല്ലാവരുടെയും അമ്മയായിട്ടാണ് ഈശോ നമുക്ക് പരിശുദ്ധ അമ്മയെ തന്നിരിക്കുന്നത്. അമ്മയെ മാറ്റി നിർത്തിക്കൊണ്ടോ അമ്മയെ ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ഒരിക്കലും ഒരു വിശ്വാസിക്ക് സാധിക്കുകയില്ല. അങ്ങനെയുള്ള ഒരു വിശ്വാസികളല്ല അവർ. യേശുവിൻ്റെ ശിഷ്യന്മാരല്ല, യേശുവിൻ്റെ സഹോദരങ്ങളുമല്ല, അവർ യേശുവായിട്ട് യാതൊരു ബന്ധമുള്ളവരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആത്മാക്കളെ തിരിച്ചറിയണം, ആത്മാക്കളെ വിവേചിച്ചറിയണം. ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള കൃപ ഈ കക്ഷയാഴ്ചയിൽ ഇന്ന് നമുക്ക് ദുഃഖ വെള്ളിയാഴ്ച ആചരിക്കുന്ന നമ്മൾ ഇന്നത്തെ എല്ലാ പ്രാർത്ഥനയിലും നമ്മളെടുക്കുന്ന അനുഷ്ഠാനങ്ങളിലും നമ്മളെടുക്കുന്ന ത്യാഗത്തിലും ഒക്കെ ആ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ, ആത്മാക്കളെ വിവേചിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കുവാനായിട്ട്, ആളുകളെ മനസ്സിലാക്കുവാനായിട്ട്, ആത്മാക്കളെ തിരിച്ചറിയുവാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ഇന്ന് തെറ്റുപറ്റുന്നത്, ഇന്ന് അടിവെക്കുന്നത്, ഇന്ന് സഭകൾ തമ്മിൽ അടി, 2-3 പേര് കൂടുന്നിടത്ത് അടി, എല്ലാ രാജ്യങ്ങൾ തമ്മിൽ അടി, എല്ലാം ആത്മാക്കളെ വിവേചിച്ചറിയാത്തത് കൊണ്ടാണ്. നമുക്ക് ആത്മാക്കളെ വിവേചിച്ചറിഞ്ഞ് ഒരു ജീവിതം നയിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ ഈ സമയം സഹായിക്കട്ടെ. നമുക്ക് ഈ വെച്ച് നമുക്ക് പരിത്യാഗത്തിലൂടെ പ്രാർത്ഥനയിലൂടെ ഒരുങ്ങാം. എൻ്റെ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ശമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.